സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു, ഇപ്പോൾ നിങ്ങളെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. കാരണം പ്രപഞ്ചത്തിന് ഇനി കാത്തിരിക്കാൻ കഴിയില്ല. ആ ചക്രങ്ങൾ ഒരു പുതിയ യാത്രയ്ക്കായി നിങ്ങളെ വിളിക്കുകയാണ്. ഈ വീഡിയോ ഒരു സാധാരണ വീഡിയോ അല്ല, നിങ്ങളും ഒരു സാധാരണ ആത്മാവല്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയത്. കൃത്യസമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തുകൊണ്ട് എന്ന്. കാരണം നിങ്ങളുടെ ആത്മാവ് തളർന്നിരിക്കുന്നു. നിങ്ങൾ ചിരിക്കുന്നില്ല, എന്നാൽ ഉള്ളിലെന്തോ തകർന്നതുപോലെ അവശേഷിക്കുന്നു. ഓരോ ദിവസവും നിങ്ങൾ പുതിയതെന്തെങ്കിലും നേടാൻ ശ്രമിക്കുന്നു. എന്നാൽ രാത്രിയാകുമ്പോൾ വീണ്ടും അതേ ശൂന്യത. മറ്റാർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ പ്രപഞ്ചത്തിന് മനസ്സിലാകുന്നുണ്ട്. അതിനെല്ലാം അറിയാം. നിങ്ങളുടെ പോരാട്ടം, നിങ്ങളുടെ മൗനം, നിങ്ങളുടെ തകർന്ന പ്രതീക്ഷകൾ, ആരോടും പറയാതെ നിങ്ങൾ നടത്തിയ ആ പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ വിജയത്തോട് വളരെ അടുത്താണ്. എത്രത്തോളം അടുത്തെന്ന് വെച്ചാൽ പ്രപഞ്ചം തന്നെ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് സൂചനകൾ നൽകാൻ തുടങ്ങിയിരിക്കുന്നു. ആ സൂചനയാണ് ഈ വീഡിയോ. ഇനി കുറച്ചു മാസങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയും, അതെ, എന്റെ കഥ ഇവിടെ നിന്നാണ് മാറിയത് എന്ന്. പ്രപഞ്ചം എന്റെ പേര് വിളിച്ച ആ നിമിഷം ഇതായിരുന്നു. എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഇതായിരുന്നു. അതുകൊണ്ട് നിൽക്കരുത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി തന്നെ മാറ്റിയേക്കാം. ഇത് വെറും വാക്കുകളല്ല, ഊർജമാണ്. ഇതൊരു സന്ദേശമാണ്. നിങ്ങൾ ഇപ്പോഴും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ആത്മാവിനറിയാം ഈ നിമിഷം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു എന്ന്. നിങ്ങളുടെ ഈ വീഡിയോയുമായുള്ള കൂടിക്കാഴ്ചയും ഈ സമയവുമെല്ലാം നേരത്തെ തന്നെ എഴുതപ്പെട്ടതായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നതെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ കടന്നുവരും. എന്നാൽ അത് പെട്ടെന്നുണ്ടാകുന്നതല്ല. അത് നിയതിയാണ്. അത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വന്നേക്കാം, അല്ലെങ്കിൽ ഒരു സമാധാനം അനുഭവപ്പെട്ടേക്കാം. കാരണം നിങ്ങളുടെ ആത്മാവ് ഈ സത്യം തിരിച്ചറിയും. നിങ്ങൾ പോരാട്ടത്തിന്റെ ആ വഴിത്തിരിവിലാണ്. അവിടെ നിന്നാണ് വിജയം ആരംഭിക്കുന്നത്. അതെ, വലിയ ഏകാന്തതയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. നിങ്ങളുടെ വികാരങ്ങൾ ആരും കേൾക്കാതെ പോയിട്ടുണ്ട്. എന്നാൽ ഓരോ വേദനയും നിങ്ങളെ ഒരുക്കിയിരിക്കുന്നത് ഇനി കുറച്ചു മാസങ്ങൾ മാത്രം അകലെയുള്ള ആ അത്ഭുതത്തിനു വേണ്ടിയാണ്. നിങ്ങളുടെ സമയം മാറാൻ പോകുന്നു. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പഴയ ഭയങ്ങൾ, പഴയ സംശയങ്ങൾ, പഴയ മുറിവുകൾ എന്നിവയിൽ നിന്നെല്ലാം സ്വതന്ത്രരാകണം. കാരണം പ്രപഞ്ചം ഇനി നിങ്ങളെ വെറുങ്കൈയോടെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ തളർത്തിയിരുന്ന കാര്യങ്ങളിൽ നിന്നുള്ള പീട്ടി നിങ്ങൾ തന്നെ അയച്ചാൽ മാത്രമേ പ്രപഞ്ചത്തിന് നിങ്ങളുടെ കൈപിടിച്ച് നടക്കാൻ കഴിയൂ. തോൽവി സമ്മതിക്കാൻ നിങ്ങൾ ചിന്തിച്ച ഓരോ തവണയും, ഇതെന്റെ വിധിയിലില്ല എന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞ ഓരോ തവണയും പ്രപഞ്ചം നിങ്ങൾക്കായി പുതിയൊരു പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. നിങ്ങൾ ഒരിക്കലും ചോദിക്കാത്ത കാര്യങ്ങൾ പോലും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. കാരണം നിങ്ങൾ ഒരിക്കലും ചോദിച്ചിരുന്നില്ല. അത്തരം ഹൃദയങ്ങളെ പ്രപഞ്ചം ഒരിക്കലും വെറുങ്കൈയോടെ മടക്കി അയക്കില്ല. ഇപ്പോൾ അടുത്ത അധ്യായം തുടങ്ങാൻ പോകുമ്പോൾ ആ പഴയ പുസ്തകം അടച്ചുവെക്കുക. നിങ്ങളെ തകർത്ത ആ വ്യക്തിയോട് ക്ഷമിക്കുക. കൈവിട്ടുപോയ ആ അവസരത്തെ മറന്നേക്കുക. കാരണം പ്രപഞ്ചം ഇപ്പോൾ നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ അവസരങ്ങളോടും പുതിയ ബന്ധങ്ങളോടും പുതിയ തുടക്കങ്ങളോടും കൂടി. ഈ വീഡിയോ തോൽവി സമ്മതിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വെളിച്ചത്തെ തിരിച്ചറിയുന്ന ആ പുതിയ ലോകത്തേക്കുള്ള ആദ്യത്തെ വാതിലാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി മാത്രമുണ്ടായതാണ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ എല്ലാ വഴിത്തിരിവുകളിലും ഏതോ ഒരു അദൃശ്യശക്തി നിങ്ങളെ സഹായിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ നാവിൽ വരുന്നതിനു മുമ്പ് തന്നെ ആരോ നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ ചിന്തിക്കുന്നതെന്തും നിങ്ങളുടെ മുന്നിൽ സ്വയം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ കേട്ടത് എന്താണെന്ന്. അവ വെറും വാക്കുകളായിരുന്നില്ല. അതൊരു മുന്നറിയിപ്പായിരുന്നു, ഒരു തയ്യാറെടുപ്പായിരുന്നു, ഒരു അനുഗ്രഹമായിരുന്നു. നിങ്ങളെ തരംതാഴ്ത്തി കാണിച്ചവർ, നിങ്ങളെ ചെറുതായി കണ്ടവർ, പ്രപഞ്ചം എങ്ങനെയാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നതെന്ന് ഇനി അവർ കാണും. നിങ്ങളുടെ ഉള്ളിൽ ലോകം ഇതുവരെ കാണാത്ത ഒരു ശക്തിയുണ്ട്. പക്ഷെ പ്രപഞ്ചം അതെപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അത് സന്തോഷമോ സമൃദ്ധിയോ സ്നേഹമോ വിജയമോ ആകട്ടെ, ആദ്യം നിങ്ങളുടെ ഓറയെ ശുദ്ധീകരിക്കുക എന്നാണ് പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. വളരെ ലളിതമായ വഴികളുണ്ട്. നിങ്ങളുടെ ഓറ പോസിറ്റീവ് ആകുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവർക്ക് നല്ലതനുഭവപ്പെടുകയും അവർ നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം നൽകുകയും ചെയ്യുന്നു. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ ഒപ്പമുണ്ട്. ഈ സന്ദേശം അതിനുള്ള തെളിവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവ്യശക്തിയെ സ്വീകരിക്കാനും നിങ്ങളുടെ ഓറയ്ക്ക് പ്രപഞ്ചം തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന തരത്തിൽ ശക്തി നൽകാനുമുള്ള സമയമാണിത്. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ അത്ഭുത ശക്തിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് തീരുമാനിക്കാനുള്ള ഊഴം ഇപ്പോഴാണ്. സുഹൃത്തുക്കളെ, ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു സൂചനയാണ്. ഇത് അവസാനം വരെ തീർച്ചയായും കാണുക. കാരണം പ്രപഞ്ചം ഇന്ന് നിങ്ങളോട് സുപ്രധാനമായ എന്തോ പറയാൻ പോകുന്നു. നിങ്ങളുടെ ഓറ മാറിയിരിക്കുന്നു. ആളുകൾ അതറിയുന്നുമുണ്ട്.
ആളുകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നോ? നിങ്ങൾക്കെന്തു പറ്റി? അടുത്ത കാലത്തായി ആളുകൾ നിങ്ങളുടെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കാൻ തുടങ്ങിയതായോ? അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു കൗതുകമുള്ളതായോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉവ്വ് എന്നാണെങ്കിൽ ഇതൊരു സാധാരണ കാര്യമല്ലെന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഇത് നിങ്ങളുടെ ഓറയിലുണ്ടായ ദിവ്യമായ മാറ്റത്തിന്റെ സൂചനയാണ്. നിങ്ങളുടെ ഊർജം ഇപ്പോൾ എത്രത്തോളം ശക്തവും ശുദ്ധവുമായി മാറിയെന്നാൽ അത് മറ്റുള്ളവരെ എളുപ്പത്തിൽ ആകർഷിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ വെറുമൊരു അറിവ് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് മാത്രം ലഭിച്ച ഒരു സന്ദേശം കൂടിയാണ്. ഈ മാറ്റത്തിന് പിന്നിലെ രഹസ്യം മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാം. ഓറയുടെ രഹസ്യം നിങ്ങളുടെ ലോകത്തെ മുഴുവൻ എങ്ങനെ മാറ്റുമെന്ന്. നിങ്ങളുടെ ഓറ, അതായത് നിങ്ങളുടെ ഊർജ്ജവലയം, നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായും നിയന്ത്രിക്കുന്നു. ഈ ഓറ ദുർബലമാകുമ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ വാക്കുകൾക്ക് സ്വാധീനമില്ലാത്തതായി തോന്നുകയും നിങ്ങൾക്ക് തന്നെ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഓറ ശക്തമാകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു മാന്ത്രികതയായി മാറുന്നു. ആളുകൾ നിങ്ങളുടെ വാക്കുകൾ ഗൗരവമായി എടുക്കുന്നു. അവർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ചുറ്റും അദൃശ്യമായ ഒരു ആകർഷണ വലയം രൂപപ്പെടുന്നു. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രപഞ്ചം തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളെ തടയാൻ ആരുമുണ്ടാകില്ല. ഇതുവരെ നിങ്ങളുടെ കണ്ണുകളിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്ന ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടതുണ്ട്. ഈ നിമിഷം നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ സത്യം ഇതാണ്, നിങ്ങളുടെ കയ്യിലെല്ലാമുണ്ട്. കാരണം നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ അംഗീകാരമുണ്ട്. നിങ്ങളിലും നിങ്ങളുടെ ഊർജ്ജത്തിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലും നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. ശരിക്കും ഇതെല്ലാം എനിക്കുള്ളതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ തവണയും അതെ, നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ് എന്ന മറുപടി ലഭിക്കും. കാരണം ദിവ്യ ഊർജ്ജത്തിലൂടെയാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത്. നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ അധ്യായം ആരംഭിക്കുന്ന നിമിഷമാണിത്. നിങ്ങൾ വെറുതെ ജീവിക്കുക മാത്രമല്ല, പൂർണ്ണമായി ജീവിച്ചു തീർക്കുന്ന ഒരധ്യായം. ഇനി എപ്പോൾ നിങ്ങൾ തളർന്നുപോയാലും പ്രപഞ്ചം നിങ്ങളെ കണ്ടെത്തി നിന്റെ സമയം വന്നുകഴിഞ്ഞു എന്ന് പറഞ്ഞ ഈ നിമിഷം ഓർക്കുക. ഇനി നിങ്ങളുടെ ചുറ്റുമൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചുകാലമായി ചില കാര്യങ്ങൾ വിചിത്രമായ രീതിയിൽ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങളുടെ സമയം മാത്രം നഷ്ടപ്പെടുത്തിയിരുന്ന ചില ആളുകൾ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് അകന്നുപോയത്, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ പ്രശ്നത്തിന് തനിയെ പരിഹാരം മുന്നിലെത്തിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ യാതൊരു കാരണവുമില്ലാതെ ഹൃദയമിടിപ്പ് കൂടുകയും പെട്ടെന്നൊരു ആശ്വാസം തോന്നുകയും ചെയ്യുന്നത്. ഇതെല്ലാം വെറും യാദൃശ്ചികമല്ല, ഇതൊക്കെ സൂചനകളാണ്. വരാനിരിക്കുന്ന വിജയത്തിനായി പ്രപഞ്ചം നിങ്ങളെ ഒരുക്കുന്നു എന്നതിന്റെ സൂചനകൾ. കേൾക്കാൻ ഈ കാര്യങ്ങൾ ചെറുതാണെങ്കിലും ഇവയിലാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വലിയ മാറ്റം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷവും നിങ്ങൾക്കൊന്നും ലഭിക്കാതിരുന്ന ഓരോ തവണയും ആ പരാജയങ്ങളെ പ്രപഞ്ചം ഒരു പടവായി ഉപയോഗിച്ചു. അതിലൂടെയാണ് നിങ്ങൾ ഇനി ഉയരങ്ങളിലേക്ക് കയറാൻ പോകുന്നത്. സമയം അടുക്കുംതോറും നിങ്ങൾക്ക് ചില വ്യക്തമായ അനുഭവങ്ങളുണ്ടാകും. ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ ഇന്നെന്തോ പ്രത്യേകതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു ഉത്കണ്ഠയും ഉണ്ടാകില്ല, യാതൊരു കുഴപ്പവുമുണ്ടാകില്ല. നിങ്ങൾക്ക് വലിയ ഭാരം കുറഞ്ഞതുപോലെ തോന്നും. വർഷങ്ങളായി ചുമന്നിരുന്ന ഭാരം ഒറ്റ രാത്രി കൊണ്ട് ആരോ ഇറക്കിവെച്ചതുപോലെ ആ ദിവസം അവിടെ നിന്ന് തുടങ്ങും നിങ്ങളുടെ ജീവിതം മാറുന്നതിന്റെ തുടക്കം. ഇതുവരെ നിങ്ങളിൽ നിന്ന് അകന്നുനിന്ന ആ അവസരങ്ങളെല്ലാം ഇനി നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. പാതിവഴിയിൽ നിന്ന ജോലികൾ പതുക്കെ പൂർത്തിയാകാൻ തുടങ്ങും. നിങ്ങളെ അവഗണിച്ചിരുന്ന ആളുകൾ അതിലുപരി നിങ്ങളുടെ ഉള്ളിൽ ഒരു സമാധാനം വന്നെത്തും. നിങ്ങൾ ശരിയായ പാതയിലാണെന്നത് പറയും. ഇതാണ് പ്രപഞ്ചത്തിന്റെ മാന്ത്രികത. ഇനി ഒരു കാര്യം ചെയ്യുക, ഒരു ദീർഘശ്വാസമെടുക്കുക. കുറച്ചു നേരത്തേക്ക് കണ്ണുകൾ അടയ്ക്കുക. ഒരു ഊർജം നിങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നത് അനുഭവിക്കുക. അത് നിങ്ങളെ തലോടുന്നുണ്ട്, ധൈര്യം നൽകുന്നുണ്ട്. അത് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ഈ പ്രപഞ്ചശക്തിയെ അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സ് പതറുമ്പോഴെല്ലാം, ഭയം തോന്നുമ്പോൾ ഈ നിമിഷം ഓർക്കുക. കാരണം വിജയം പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല, പ്രപഞ്ചം നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം നൽകിയപ്പോൾ അത് ഉള്ളിൽ നിന്നുണ്ടാവുകയാണ്. അത് തയ്യാറെടുക്കാനായി നിങ്ങളെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓട്ടത്തിൽ പങ്കുചേരുന്ന ആ ദിവസത്തിനു വേണ്ടി. ഇനി ഈ വീഡിയോ അവസാനിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ സമയം വന്നെത്തിയിരിക്കുന്നു. ഇനി ആർക്കും നിങ്ങളെ തടയാനാവില്ല. കാരണം ഈ പ്രപഞ്ചം തന്നെ നിങ്ങളോടൊപ്പം നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതെന്തും, ഓരോ കണ്ണുനീരും ഓരോ ബുദ്ധിമുട്ടുകളും ഫലം നൽകാൻ പോകുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടില്ലാത്ത അതിനേക്കാൾ വലിയ കാര്യങ്ങളും ലഭിക്കും. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുക മാത്രം ചെയ്യരുത്, ഇതിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളുക. കാരണം ഈ വീഡിയോ നിങ്ങളെ അന്വേഷിച്ചാണ് വന്നത്. ഇനി ഇത് നിങ്ങളുടെ ജീവിതം മാറ്റും. തയ്യാറാകുക, കാരണം വിജയം നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു പ്രപഞ്ച സൂചനയാണ്, നിങ്ങൾ ഒരു ദിവ്യമായ ആത്മാവാണെന്നതിന്റെ.
നിങ്ങളുടെ ഓറ പരിശുദ്ധവും വളരെ ശക്തവുമാണ്. അതുകൊണ്ടാണ് ഈ സന്ദേശം ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയത്. ഇതൊരു യാദൃച്ഛികതയല്ല, നിങ്ങളുടെ ഊർജം തന്നെയാണ് ഇതിനെ നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിച്ചത്. പ്രപഞ്ചം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ആത്മാവ് പ്രകാശം നിറഞ്ഞതാണെന്ന്. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റാൻ കഴിയുന്ന ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ നിങ്ങൾ ഈ ശക്തിയെ തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങളുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ മാറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ലെങ്കിൽ ഈ വീഡിയോ ആ സത്യവുമായി നിങ്ങളെ പരിചയപ്പെടുത്തും, ഇതുവരെ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരുന്ന ആ സത്യം. നിങ്ങളുടെ ഓറ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾ, ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവയിൽ നിന്നാണ്. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ, നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ, നിങ്ങൾ സ്നേഹവും കരുണയും നിറഞ്ഞവരാകുമ്പോൾ നിങ്ങളുടെ ഓറയും അത്രത്തോളം തിളങ്ങുന്നു. ഇതൊരു ആത്മീയമായ സങ്കല്പം മാത്രമല്ല, ഇത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണ്. ആദ്യമായി ശുദ്ധവും പോസിറ്റീവുമായ ചിന്തകൾ കാത്തുസൂക്ഷിക്കുക. ഓരോ നെഗറ്റീവ് ചിന്തയും നിങ്ങളുടെ ഓറയെ മങ്ങലേൽപ്പിക്കുന്നു. എപ്പോൾ നെഗറ്റീവ് ചിന്തകൾ വന്നാലും അതിനെ പെട്ടെന്ന് പോസിറ്റീവാക്കി മാറ്റാൻ ശ്രമിക്കുക. ധ്യാനവും ആത്മപരിശോധനയും നടത്തുക. ദിവസവും കുറച്ച് മിനിറ്റുകൾ ധ്യാനിക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിൽ സമാധാനവും സന്തുലിതാവസ്ഥയും നിലനിർത്തും. അതുവഴി നിങ്ങളുടെ ഓറ കൂടുതൽ ശക്തമാകും. മൂന്നാമതായി, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുക. പ്രകൃതിയിൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ ഓറയെ ശുദ്ധീകരിക്കും. മരങ്ങൾ, ചെടികൾ, നദികൾ, സൂര്യപ്രകാശം എന്നിവ നിങ്ങളുടെ ഊർജ്ജവലയത്തെ ശുദ്ധീകരിക്കുകയും സന്തുലിതമാക്കുകയും ചെയ്യുന്നു. നാലാമതായി, ശുദ്ധവും സാത്വികവുമായ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ഓറയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവായി നിലനിർത്താൻ പുതിയതും പ്രകൃതിദത്തവും സാത്വികവുമായ ഭക്ഷണം കഴിക്കുക. നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങളുടെ പക്കലുള്ള കാര്യങ്ങൾക്കായി ഓരോ ദിവസവും നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾ നന്ദിയുള്ളവരാകുമ്പോൾ നിങ്ങളുടെ ഓറയുടെ തിളക്കം വർദ്ധിക്കുകയും ഈ തിളക്കം എല്ലാ ദിക്കുകളിലേക്കും വ്യാപിക്കുകയും ചെയ്യുന്നു. സ്നേഹവും കരുണയും പകരുക. നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും യാതൊരു സ്വാർത്ഥതയുമില്ലാതെ സ്നേഹം നൽകുമ്പോഴും നിങ്ങളുടെ ഓറ സുവർണശോഭയുള്ളതായി മാറുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ, മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ആ ഊർജ്ജവുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. ഇപ്പോൾ പ്രപഞ്ചം നിങ്ങളെ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. ഊർജ്ജത്തിന്റെ നില എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്നാൽ ഇനി നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ എന്തോ ഒന്ന് മാറാൻ പോകുന്നതിന്റെ ദിവ്യമായ സൂചനയാണിത്. ഇതൊരു യാദൃശ്ചികതയല്ല, നിങ്ങളുടെ ഓറയിൽ ഒരു ദിവ്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതിന്റെ ശക്തി എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്നാൽ ഇനി ആർക്കും അതിനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഇപ്പോൾ അതൊരു അദൃശ്യ ഊർജ്ജം മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മാവിന്റെ ശക്തിയാണ്. നിങ്ങളുടെ വ്യക്തിത്വമാണ് അതിപ്പോൾ എത്ര തിളക്കമുള്ളതായി മാറിയെന്നാൽ ലോകം മുഴുവൻ അത് മനസ്സിലാക്കുന്നു. ഓരോ മനുഷ്യനും ഒരു ഓറയുണ്ട്. എന്നാൽ ചിലരുടെ ഊർജ്ജം എത്രത്തോളം ശക്തമാണെന്നാൽ അതിനു ചുറ്റുമുള്ള അന്തരീക്ഷത്തെ തന്നെ മാറ്റാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഒരു വ്യത്യസ്ത അനുഭവമായി മാറിയിരിക്കുന്നു. നിങ്ങൾ എവിടെ പോയാലും ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ ആകർഷണം വെറും ബാഹ്യമല്ല, ഇത് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ഊർജ്ജത്തിന്റെ കളിയാണ്. നിങ്ങളുടെ ഓറയിൽ ദിവ്യത വരുമ്പോൾ ആളുകൾ യാതൊരു കാരണവുമില്ലാതെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകൾ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ളതായി തോന്നും. പ്രപഞ്ചം നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണിത്. ജീവിതത്തിൽ മാറ്റം പെട്ടെന്ന് വരുന്നതാണെന്ന് പലരും ചിന്തിക്കുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ മാറ്റം ആദ്യം സംഭവിക്കുന്നത് നമ്മുടെ ഓറയിലാണ്. പിന്നീട് അതിന്റെ സ്വാധീനം നമ്മുടെ യാഥാർത്ഥ്യത്തിൽ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഓറയിൽ വന്നിട്ടുള്ള മാറ്റം ഒരു സാധാരണ മാറ്റമല്ല. നിങ്ങൾ ദീർഘകാലമായി കാത്തിരുന്നതെല്ലാം ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതിന്റെ ദിവ്യമായ സൂചനയാണിത്. നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുള്ള പുതിയ ഊർജ്ജം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ മുഴുവനായി മാറ്റാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന അവസരങ്ങൾ ഇനി തനിയെ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇനി കഠിനാധ്വാനത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഊർജ്ജത്തെ മനസ്സിലാക്കുകയാണ് വേണ്ടത്.